തെരുവ് നായ്ക്കൾ നമ്മുടെ നാടിൻ്റെ ശാപമാണ്. പല ആളുകളും വീട്ടിൽ നായ്ക്കളെ വളർത്തും. അവർ പെറ്റുപെരുകുമ്പോൾ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ അവർ പിന്നെ തെരുവ് നായ്ക്കളായി മാറും. തെരുവ് നായ്ക്കൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അവർക്ക് പിന്നെ കോളറില്ല, വാക്സിനേഷൻ കുത്തിവെച്ചിട്ടില്ല, അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും, പേവിഷ ബാധയുണ്ടാവും. ഇതെല്ലാം മനുഷ്യരെ കടിക്കുമ്പോൾ മനുഷ്യരിലേക്ക് അത് പകരുകയും ചെയ്യും. ഇന്ത്യയിൽ മൃഗസ്നേഹിയായിട്ടുള്ള മേനകാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരുവ് നായ്ക്കളെ കൊല്ലാൻ പറ്റാത്തത്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾക്ക് സഹി കേട്ടിട്ട് ജനങ്ങൾ തന്നെ അവയെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്ന ചില നടന്ന സംഭവങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും നമ്മൾ കണ്ടുവരുന്നുണ്ട്. മൂന്നാർ പഞ്ചായത്തിൽ അപ്രകാരം ഒരു സംഭവം നടന്നതിൻ്റെ ഒരു പോസ്റ്ററാണ് നമ്മളീ കാണുന്നത്. 200 തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചു മൂടി. നായ്ക്കളെ അവസാനം പഞ്ചായത്ത് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. കാരണം നാട്ടുകാർ സഹി കിട്ടും. ഒരുപാട് കൊച്ചുകുട്ടികളെ അവ കടിക്കുന്നു, ഒരുപാട് വ്യക്തികളെ അവ കടിക്കുന്നു, ഭീതിപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ്. അപ്പോൾ നാട്ടുകാർ തന്നെ അവരെ അങ്ങ് കൈകാര്യം ചെയ്യാം. ഒരുപാട് തെരുവ് നായ്ക്കളെ അവർ തല്ലിക്കൊന്നു എന്നാണ് കേൾക്കുന്നത്. വേറെ നിവൃത്തിയില്ല. മനുഷ്യർക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, പകലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, മനുഷ്യരെ ആക്രമിക്കുക. എന്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ? തെരുവ് നായ്ക്കൾ ഒരു ശാപമാണ്. അവയെ നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സർക്കാരും പഞ്ചായത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരാണ്? നാട്ടുകാരല്ലേ. നമ്മൾ വോട്ട് കൊടുത്തിട്ടല്ലേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഈ സർക്കാരും പഞ്ചായത്തൊക്കെ ഉണ്ടാക്കുന്നത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജനങ്ങളൊന്നും ഇളകിക്കഴിഞ്ഞാൽ നിൽക്കാനുള്ളതേ ഉള്ളൂ. അതാണിപ്പോൾ മൂന്നാറിൽ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾ തന്നെ അതിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാൻ തുടങ്ങി. ഏറ്റവും നല്ല പരിഹാരം അതുതന്നെയാണ്. അതല്ലാതെ വേറൊരു പരിഹാരമില്ല.